മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ലാഭമെടുപ്പ് റാലിക്ക് ശേഷം വിപണികൾ നേട്ടത്തിൽ. ആഗോള വിപണികളിലെ നേട്ടത്തിന്റെ ചുവട് പിടിച്ച് സെൻസെക്സ് 600 പോയിന്റ് വരെ കൂടി. അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് മികച്ച നേട്ടം. സോണിയുമായുള്ള ലയനം നടക്കില്ലെന്ന വാർത്തയെ തുടർന്ന് സി എന്റർടൈൻമെന്റ് ഓഹരികൾ കൂപ്പുകുത്തി. സ്വർണ്ണനിരക്കും കുറഞ്ഞു. ഫെബ്രുവരി 1 ഇടക്കാല ബജറ്റിൽ പുതിയ നികുതി സ്കീമിലെ നികുതി ഇളവ് വർദ്ധിപ്പിച്ചേക്കില്ല. TCS ഇളവ് നൽകിയേക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ. ഒരു സാമ്പത്തിക വർഷം 7 ലക്ഷം വരെയുള്ള ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ചെലവുകൾക്ക് ഉറവിടത്തിൽ നികുതി ഇളവ് നൽകിയേക്കും. രാജ്യത്തെ മ്യൂച്വൽ ഫണ്ട് ആസ്തി 50 ലക്ഷം കോടി കവിഞ്ഞു. 2023 സിപ്പ് അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ട് വ്യവസായം ആസ്തികളിലേക്ക് കൂട്ടിച്ചേർത്തത് 10 ലക്ഷം കോടി. കഴിഞ്ഞ വർഷം മേഖലയിലുണ്ടായത് 20% വളർച്ച. വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റും ഇന്ത്യൻ വിപണിയിലേക്ക്. തമിഴ്നാട്ടിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് ഉണ്ടാക്കാൻ ധാരണാപത്രമായി. 2026 ഉത്പാദനം തുടങ്ങും. പ്രതിവർഷം 1,00,000 വാഹനങ്ങൾ പ്ലാന്റിൽ നിന്ന് പുറത്തിറങ്ങും. തമിഴ്നാട്ടിൽ 42,700 കോടി നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ്. ആപ്പിളിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിജയം കാണുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 1 ലക്ഷം കോടിയുടെ ഐഫോൺ നിർമ്മിച്ചെന്ന് ആപ്പിൾ. കണക്ക് ആപ്പിളിന്റെ കരാർ നിർമ്മാതാക്കൾക്ക് പ്രോത്സാഹനമാകും. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചെന്നും ആപ്പിൾ. രാജ്യത്തെ വിപണി വിഹിതം 2% നിന്ന് 6% ഉയർന്നു. ചൈനയുടെ തൈവാൻ അധിനിവേശം വമ്പൻ ചെലവിന് വഴിവെക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട്. കണക്കാക്കുന്നത് ആഗോള GDPയുടെ 10% ചെലവ്. ചൈനയുടെ സാമ്പത്തിക സൈനിക ചെലവുകൾ ഉണ്ടാകാൻ പോകുന്നത് 10 ലക്ഷം കോടിയുടെ വർധന. മേഖലയിലെ ചൈനയുടെ നീക്കങ്ങൾ ഉറ്റുനോക്കി നിക്ഷേപകർ. ഇന്ന് വിപണി എന്തായാലും പച്ചയിൽ തന്നെയാണ്. നല്ല നിലയിൽ വ്യാപാരം പുരോഗമിക്കുകയാണ്. രാജ്യത്തെ മുൻനിര IT കമ്പനികൾ അവയുടെ പാദഫലം പ്രഖ്യാപിക്കുകയാണ്. ഈ മാസം 11 TCS ആണ് അതിന്റെ തുടക്കം. ജ്യോതി CNC ഓട്ടോമേഷന്റെ IPO സബ്സ്ക്രിപ്ഷനായി തുറന്നു. ഈ വർഷത്തെ ആദ്യ IPO ആണിത്. ഇനി നമ്മൾ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് വിപണികൾ നല്ല രീതിയിൽ മുന്നേറുന്ന കാഴ്ചയാണ്. ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 197 പോയിന്റ് ഉയർന്ന് 21,710 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കും 21,594 ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽ സർവീസസ് നിഫ്റ്റിയും ലാഭത്തിലാണ്. 393 പോയിന്റ് ഉയർന്നാണ് ബാങ്കുകളുടെ സൂചിക. ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക 160 പോയിന്റ് ഉയർന്നാണ് മുന്നേറുന്നത്. ഇനി നമ്മൾ BSE സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും മുന്നേറ്റം തന്നെയാണ് കാണുന്നത്. അല്പസമയം മുൻപ് വരെ 72,000 എന്നുണ്ടായിരുന്നു. ഇപ്പോൾ 72,000 തൊട്ട് താഴെ 71,000 ായിരുന്നു. ഇപ്പോൾ 72,000 വീണ്ടും കടന്നു. അപ്പോൾ ഇന്ന് ആ മാജിക്കൽ നമ്പർ കടന്നൊരു ക്ലോസിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. 640 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ഡോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ രൂപ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വരെയും അങ്ങനെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഡോളറിന് 4 പൈസ ഉയർന്ന് $1 83.09 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. അതേപോലെ തന്നെ ഡോളർ നിരക്ക് കൂടിയത് കൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. ചില മറ്റു വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയിലേക്ക് പോകാം. ശ്രീ പോൾ തോമസ് ആണ്, DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ പോൾ തോമസ്. വിപണി എന്തായാലും മുന്നേറുകയാണ്. ആദ്യത്തെ IPO ഇന്ന് വിപണിയിൽ വന്നു. ചില പാദഫലങ്ങൾ വരാനിരിക്കുന്നു. ഇൻട്രാഡേ മൂഡ് എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മാർക്കറ്റ് കാലത്ത് പറഞ്ഞ പോലെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 21,675 ഓപ്പൺ ചെയ്തു. അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് 21,600 വരെ മാർക്കറ്റ് താന്നെങ്കിലും അതിനുശേഷം വീണ്ടും തിരിച്ച് കയറി ഇപ്പോൾ കഴിഞ്ഞ 11 മണി മുതൽ ഇങ്ങോട്ട് മണിക്കൂറുകളായിട്ടും ഈ 21,675 21,725 ഇടയിലുള്ള ചെറിയൊരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കമ്പനികളിലേക്ക് വന്നാൽ സീമെൻസ് ഏകദേശം 4% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ജാഗ്വാർ ലാൻഡ് റോവറിൽ നിന്നും ഡിസംബറിൽ ഒരു 27% വളർച്ചാ നിരക്ക് കൂടുതൽ വെഹിക്കിളിൽ അവർക്ക് വിൽക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അത് വളരെ പോസിറ്റീവ് ന്യൂസ് ഇന്ന് കാലത്ത് വന്നു. 2% മുകളിൽ ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 800ന്റെ മുകളിൽ ആദ്യമായി കടന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഹീറോ മോട്ടോ കോർപ്പ് 3% മുകളിലാണ്. കേരള കമ്പനികളിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് 2% മുകളിലും, അപ്പോളോ ടയേഴ്സ് 3% മുകളിലും, കിറ്റക്സ് ഗാർമെന്റ്സ് 4% മുകളിലുമായിട്ട് ട്രേഡ് നടക്കുന്നു. ശരി, എന്തായാലും വിവിധ കമ്പനികൾ മികച്ച പെർഫോമൻസ് നടത്തുന്ന കമ്പനികളുണ്ട്, നഷ്ടമുള്ള കമ്പനികളുണ്ട്. മാർക്കറ്റ് വാച്ചിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. നമസ്കാരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.